ഈ സെല്ലർ മല്ലുവിന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ 10-20 മിനിറ്റ് സ്പെൻഡ് ആവുന്നിടത്ത് വെറും 1-2 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നത് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു പ്രൊഡക്റ്റ് എടുക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി, നമ്മളെപ്പോഴും നിങ്ങളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാറ്റഗറിയിൽ ഏറ്റവും സെല് ചെയ്യുന്ന ഒരു ടീമിന്റെ എടുത്തിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ നമുക്ക് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാം. ഇതല്ലേ മന്ത്ലി 50 സെയിൽ ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരുടേത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സോറി, നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് 1 മിനിറ്റ് കൊണ്ട് വെച്ചാൽ, നമ്മളടുത്ത് ഈ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്തുക. ഞാനിപ്പം എന്താണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുക, ഒരു നെയിൽ കട്ടർ നെയിൽ കട്ടർ നെയിൽ കട്ടർ സെർച്ച് ചെയ്ത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതും നല്ല സെയിലുള്ള പ്രൊഡക്റ്റ് അതാ ഈ ഉദാഹരണം ഇത് തന്നെ എടുക്കാം. മന്ത്ലി 300 സെയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ അടുത്തുള്ളത്. നിങ്ങളത് ഏത് പ്രൊഡക്റ്റാണ് സെർച്ച് ചെയ്യുക, അതിൽ ഏറ്റവും ടോപ്പ് മൂവിങ് അത് അറിയണമെങ്കിൽ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇതിലെ ഏറ്റവും അവസാനത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബെസ്റ്റ് സെല്ലർ റാങ്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും ഏറ്റവും സെയിലുള്ള ഇത് കാണിക്കണേ. ഇതിൽ 1-ാം റാങ്കുള്ള ഒരാളെ ക്ലിക്ക് ചെയ്യുക. ഏത് പ്രൊഡക്റ്റാണ് ഇതുപോലെ ചെയ്യുക. അതുണ്ടോ മന്ത്ലി ഇവർക്ക് എത്ര ഉണ്ട്, 1000 ഉണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ട്രിക്കും അതുപോലെ തന്നെയാണ് നല്ല സെയിലും ഇൻക്രീസ് ആണ് മെത്തേഡാണിത്. അപ്പൊ എന്ത് ചെയ്യണം, ഇവരെ ഏസയും കോപ്പി ചെയ്യാം. ഇവരെ ഏസയും ഇവിടെ അടിയിലുണ്ടാവും. ഏസൈൻ കോപ്പി ചെയ്താണ്. ഏസൈൻ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ സെല്ലർ അക്കൗണ്ടിലേക്ക് വരിക. സെല്ലർ അക്കൗണ്ടിലേക്ക് വന്നിട്ട് നേരെ കാറ്റലോഗിൽ ആഡ് പ്രൊഡക്റ്റിലേക്ക് വരിക. ഇവിടെ എന്ത് ചെയ്യുക, സെർച്ചിൽ ഈ ഏസയും കൊണ്ടുപോയി കോപ്പി ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ എന്ത് ചെയ്യണം, ഈ ഏരോ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിസ്റ്റിംഗ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഇവരുടെ ലിസ്റ്റിംഗ് നമുക്ക് കോപ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ ഈ ലിസ്റ്റിംഗ് നിങ്ങളുടെ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇതിൽ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഇവരെ ബ്രാൻഡ് നെയിം റിമൂവ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം ജനറിക് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ചെയ്യുക. ഇതല്ലേ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവരുടെ ബ്യൂട്ടി സീക്രട്സ് എന്നുള്ള അതാണ് ഇതില്ലേ, ഇതാണ് റിമൂവ് ചെയ്യുക. ഇങ്ങനെ ഇതുപോലെ ഇവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ജനറിക് ആണ് എന്ത് ചെയ്യണോ, ഇവിടെ ഇത് കൊടുക്കുക. പ്രൊഡക്റ്റ് ഐ ഡി ഇല്ല, ബ്രാൻഡ് ഇല്ല, അത് കൊടുക്കുക. രണ്ടും ടിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതുപോലെ ഇത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ വരാത്ത റീസൺ എന്ന് വെച്ചാൽ ഒരു A+ ചെയ്തിട്ടുണ്ട്. A+ പറഞ്ഞാൽ ഇതാണ്, A+ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വേറൊരു പ്രൊഡക്റ്റ് എടുക്കുക. അതുപോലെ ഈ സെയിം സാധനം തന്നെ എടുത്തിട്ട് ഇത് ഇതാ A+, ഇതൊക്കെ കൂടുതൽ A+ ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യണ്ടേ. A+ ചെയ്യുന്ന ഭയങ്കര ജനറിക്കിന് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട, ഇത് തന്നെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ചേഞ്ച് ചെയ്യട്ടോ. അപ്പൊ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ സെല്ലറിൽ എടുക്കുക. A+ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഒരു തുടർന്ന് വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് A+ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളൊരു തുടക്കക്കാരനാണ്, നിങ്ങൾ എന്ത് ചെയ്യണോ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള എടുക്കുക. അതൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഇവിടെ ഇതാണ് ഈ A+ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്ഷൻ ആയി, ബുള്ളറ്റ് പോയിന്റ്സ് ആയി, നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിൽസും ആയി. ഇതിൽ ചില സ്ഥലത്ത് ഇവരുടെ ബ്രാൻഡ് നെയിം ഉണ്ടാവും, അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുക. ഇതുണ്ടല്ലോ ഇവിടെ പാക്കേജ്, ഇത് പാക്ക് ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസ്, ഇത് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരാക്കുക. ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, ബ്രാൻഡ് നെയിം എന്തെങ്കിലും ഒന്ന്, ഞാൻ ജസ്റ്റ് ഏതെന്ന് കാണിക്കുക കൊടുക്കുന്നുള്ളൂ. ഇതെന്ത് ചെയ്യുക, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ HSM കോഡ് കൊടുക്കുക. ഈ ഒരു കാറ്റഗറിന്റെ HSM കോഡ് എത്രയാന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കണ്ടേ, ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആകെ അടുത്ത സ്റ്റെപ്പിൽ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവുള്ളൂ. ഇമേജ്
ഇമേജ് അപ്ലോഡ് ചെയ്തെടുക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഓഫറിലാണ് നിങ്ങൾക്ക് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുക. ഇതുണ്ടാവും, ഏത് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് SKU കൊടുക്കാനുണ്ടാവും. SKU എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സ്റ്റോക്ക് കീപ്പ് യൂണിറ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് SKU. അത് നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ എത്ര നിങ്ങളുടെ അടുത്തുള്ളത് അത് കൊടുക്കുക. എപ്പോഴും ഒരു 5 മിനിമം കീപ്പ് ചെയ്യണം. പിന്നെ പ്രൈസ് നിങ്ങൾ കൊടുക്കുക. വേറെ കാര്യങ്ങൾ, ലെങ്ത് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. ഈ സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൽ തന്നെ തുടരുക. പിന്നെ അത് ഷിപ്പിങ്ങിന്റെ സെക്ഷൻ സെലക്ട് ചെയ്യുക. സാധാരണ ലിസ്റ്റിംഗ് പോലെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണോ, ഇവിടെ കൺട്രി കൊടുക്കുക. കൺട്രി ഏതാ, ഇന്ത്യ ആണോ, ഏത് കൺട്രി ആണെങ്കിലും ഈ പ്രൊഡക്റ്റിന്റെ കൺട്രി ആണോ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ ഓഫറിൽ എന്താ വെച്ചാൽ നിങ്ങൾ പ്രൈസ് കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഒരു പ്രൈസ് കൊടുക്കുന്നു. മിനിമം അഡ്വർടൈസ്മെന്റ് യുവർ പ്രൈസ്. ഞാൻ ജസ്റ്റ് ഒരു പ്രൈസ് കേട്ടോ. വെറുതെ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അല്ലേ. ഇനി ഇത് കണ്ടീഷൻ ന്യൂ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ റെഡ് മാർക്ക് എന്താ വെച്ചാൽ അതാ കീവേഡ്, ജനറിക് കീവേഡ് എന്താ. നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റിൽ സെർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് GPT, കോപ്പൈലറ്റ് ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാണ്ടില്ല. ഇത്ര സിമ്പിളാണ് ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് വഴി പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് പിന്നെയും ഇത് റെഡ് മാർക്ക് വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യാൻ വിട്ടാൽ എന്ത് ചെയ്യും, ഈ വാണിംഗ് പോവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. എന്താണെന്ന് വെച്ചാൽ ഇത് വാല്യൂ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പിന്നെയും കാണിച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാണ്ടാവുള്ളൂ. ഇത് ഓഫറിൽ ഒരു എറർ വന്നിട്ടുണ്ട്. പ്രൈസ് ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പ്രൈസ് ജസ്റ്റ് 529. ഓക്കെ, അങ്ങനെ ഓക്കെ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കും. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇതുപോലെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് വേറെ ആളെ, നിങ്ങളുടെ അടുത്തുള്ള സെയിം പ്രൊഡക്റ്റ് വേറെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള സെല്ലറുടെ അതേ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലിസ്റ്റിംഗ് എളുപ്പമാവും. അവർക്ക് വരുന്ന സെയിലുകൾ നിങ്ങൾക്ക് ഡൈവേർട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നല്ലൊരു സെയിൽ ഉണ്ടാക്കാം. ജസ്റ്റ് വളരെ ഒരു മിനിറ്റിന്റെ ഇതുള്ളൂ. അധികം ഒന്നും നോക്കാനില്ല. സ്ഥലത്ത് അവരുടെ നെയിം മാറ്റി നിങ്ങളുടെ നെയിം ഇടേണ്ട അത്രയ്ക്ക് വർക്കുള്ളൂ. സിമ്പിൾ വർക്കുകളാണ്. ഇതുപോലെയാണ് ഇത്. ഇപ്പൊ ആക്റ്റീവ് ആട്ടോ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത് റെഡിയായി. എൻ്റെ ഇൻവെന്ററി ഒക്കെ ചെയ്തു. ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, വേറെ സെല്ലറോട് ഇത് ചെയ്തതാണ്. നമ്മള് ഇതൊക്കെ വേറെ സെല്ലറിനാണ്. അതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏത് ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് മാസവും ദിവസവും വരുമാനം നേടാം. ഇതുപോലുള്ള ഓരോ സിമ്പിൾ ട്രിക്കും ഈസി മെത്തേഡുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.